വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു നാട്ടുമൊഴിയുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED ഉപയോഗിച്ച് BJP നടത്തുന്നതും അതാണ്. എല്ലാ തരത്തിലും തങ്ങൾക്ക് വെല്ലുവിളിയായ അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കി ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ മുന്നണിയും തകർക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഡൽഹി മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് കാരണം ശരത് ചന്ദ്ര റെഡ്ഡി എന്നയാളുടെ മൊഴിയാണ്. ഇയാളാകട്ടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് പണം നൽകിയതിന് രേഖകളുണ്ട്. പിന്നാലെ പ്രതിയായ ശരത് ചന്ദ്ര റെഡ്ഡിയെ കേസിൽ മാപ്പ് സാക്ഷിയാക്കി. BJP പറയുന്നതനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് കാവി പാർട്ടിയിൽ ചേർന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാം എന്നതാണ് നിലവിലെ അവസ്ഥ. അതിന് തെളിവുകളുമുണ്ട്. മോദി സർക്കാരിന്റെ കാലത്ത് ED ചുമത്തിയ കേസുകളിൽ 95% BJP ഇതര നേതാക്കൾക്കെതിരെയാണ്. 2022 വരെ 121 റെയ്ഡുകളിൽ 115 എണ്ണവും പ്രതിപക്ഷത്തിനെതിരെ. കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിലിരിക്കെ ശാരദ ചിട്ടി ഫണ്ട് കുംഭകോണ കേസിൽ CBI 8 മണിക്കൂർ ചോദ്യം ചെയ്തു. ഗുവാഹത്തിയിലെ ജലവിതരണ പദ്ധതിയിലും ആരോപണം നേരിട്ടു. BJP തന്നെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. പുള്ളി പാർട്ടി വിട്ട് BJPയിലെത്തിയതോടെ അന്വേഷണവും നിലച്ചു. കേസുമില്ല. പശ്ചിമ ബംഗാളിലെ തൃണമൂലിന്റെ തീപ്പൊരി നേതാവായിരുന്നു സുവേന്ദു അധികാരി. നാരദ ഒളിക്യാമറ കേസിൽ തുടർച്ചയായി നോട്ടീസുകൾ, അന്വേഷണം, റെയ്ഡ്, അങ്ങനെ ആകെ ബഹളം. 2020 തൃണമൂൽ വിട്ട് BJPയിലെത്തിയതോടെ അന്വേഷണം തണുത്തു. ഇപ്പോൾ ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ്. അശോക് ചവാൻ ആദർശ് ഭവന പദ്ധതി കുംഭകോണ കേസിൽ ആരോപണ വിധേയനായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നേതാവ്. UPA കാലത്ത് ആരംഭിച്ച CBI അന്വേഷണം 1.5 പതിറ്റാണ്ടായി തുടർന്നു. EDയും പ്രതി ചേർത്തു. ഈയിടെ BJPയിലെത്തിയതോടെ ED പുള്ളിയെ മറന്ന മട്ടാണ്. അജിത് പവാർ സഹകരണ ബാങ്ക് കേസിൽ അജിത്തും ഭാര്യയും ED നടപടി ഭയന്നിരുന്നു. NCPയെ പിളർത്തി BJPക്കൊപ്പം സഖ്യമുണ്ടാക്കി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി. ഇതോടെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവായി. നാരായൺ റാണെ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി. ശിവസേന വിട്ട് കോൺഗ്രസിലെത്തിയിരുന്ന റാണയ്ക്കെതിരെയും കള്ളപ്പണ കേസുണ്ടായിരുന്നു. 2019 BJPയിൽ ചേർന്നതോടെ അന്വേഷണം തണുത്തു. പ്രഫുൽ പട്ടേൽ അജിത് പവാറിനൊപ്പം BJP സഖ്യത്തിലെത്തിയ മുതിർന്ന NCP നേതാവ്. കള്ളപ്പണ കേസിൽ സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. കളം മാറ്റി ചവിട്ടിയതോടെ കേസിൽ അനക്കമില്ല. പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗും മകനും മരുമകനും വരെ ED കേസുകളുടെ ഭീഷണിയിലായിരുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുമായി സഹകരിച്ചു തുടങ്ങിയതോടെ സകല പ്രശ്നങ്ങളും തീർന്നു. പേമ ഖട്ടു കോൺഗ്രസിലായിരിക്കെ ഉയർന്ന അഴിമതി കേസും ഗൂഢാലോചന കേസും 2016 BJPയിലെത്തി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായതോടെ നിലച്ചു.